ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ചേറമ്പറ്റ പൂരം. നാളെ ഇലക്ഷൻ ആണെങ്കിലും പൂരത്തിന് തിരക്കിന് യാതൊരു കുറവുണ്ടായി. 5 ദേശക്കാരായിട്ടാണ് പൂരം കൊണ്ടാടുന്നത്. ദുർഗാദേവിയാണ് അവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. ചെറുപ്പം മുതലേ എൻ്റെ കണ്ണിൻ്റെ മുമ്പെന്ന് കാണുന്ന ഒരു പൂരം കൂടിയാണ് ചേറമ്പറ്റ പൂരം എന്ന് പറയുന്നത്. ഒരുപാട് ജനങ്ങളും നാനാജാതി മതസ്ഥരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പൂരമാണ് ചേറമ്പറ്റക്കാവ് പൂരം എന്ന് പറയുന്നത്. ഇക്കൊല്ലം ചെങ്ങൈമാരെ ആഘോഷത്തിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല. ചൂടാണെങ്കിലും അതെല്ലാം മറന്നിട്ടാണ് എല്ലാവരും ആഘോഷിച്ചത്. വെള്ളുവനാട് പൂരങ്ങളിൽ ഏറ്റവും ഗംഭീരമായ ഒരു പൂരത്തിന് പേര് കേട്ട പൂരമാണ് ചേറമ്പറ്റക്കാവ് പൂരം. ഒരുപാട് ഗജവീരന്മാരും കാളകളും വേഷപ്പകർച്ചകളും ഇക്കൊല്ലം പൂരത്തിന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഏറ്റവും വലുപ്പമേറിയ തേരുമുള്ളതും നമ്മുടെ ചേറമ്പറ്റക്കാവ് പൂരത്തിന് 49-ൽ പരം ആനകളാണ് ഇക്കൊല്ലം നമ്മുടെ ചേറമ്പറ്റക്കാവ് പൂരത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. 60-ൽ പരം വെറൈറ്റി കാളകളാണ് ഇപ്രാവശ്യം ചേറമ്പറ്റക്കാവ് പൂരത്തിന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. പൂരപ്രേമികളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള വാദ്യോപകരണങ്ങളും ഇക്കൊല്ലം നമ്മുടെ ചേറമ്പറ്റക്കാവ് പൂരത്തിന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഇലക്ഷൻ ആണെങ്കിലും തിരക്കിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല. നല്ല തരത്തിലുള്ള ക്രൗഡ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ പൂരത്തിന് കാഴ്ചകൾ ഏറെയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ പേജ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. പൂരത്തിന് പങ്കെടുക്കാൻ പറ്റാത്തതും അതേപോലെ തന്നെ പ്രവാസികളുമായ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മളെല്ലാം ആഘോഷിക്കുമ്പോൾ അവർക്കൊന്നും ആഘോഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത്. ഇതേപോലുള്ള പൂരങ്ങളൊക്കെ ഉണ്ടായാലല്ലേ ഇതുപോലുള്ള കച്ചവടക്കാർക്കൊക്കെ ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പലതരത്തിലുള്ള ബിസിനസ്സുകളും നമുക്ക് പൂരത്തിൽ കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്. ഒരുപാട് വെറൈറ്റി കാളകൾ ഇപ്രാവശ്യം നമ്മുടെ പൂരത്തിന് കാണാൻ വേണ്ടി സാധിച്ചു. ചെറിയ കാളകൾ മുതൽ പലതരത്തിലുള്ള വെറൈറ്റി കാളകളാണ് ഇക്കൊല്ലം പൂരത്തിന് കാണാൻ വേണ്ടി സാധിച്ചത്. പൂരം ആയിക്കഴിഞ്ഞാൽ പിന്നെ വെടിക്കെട്ട് വേണ്ടേ? അപ്പോൾ വെടിക്കെട്ടില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വെടിക്കെട്ട് സമർപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പൂര കാഴ്ചകൾ കുറച്ച് കാണാം. അതേപോലെ തന്നെ പൂരത്തിന് വന്ന ആളുകളും പൂരം പങ്കെടുക്കാൻ പറ്റാതായിട്ടുള്ള ആളുകളും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ അത് നമ്മൾ ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് മാത്രമാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതേപോലുള്ള പൂര കാഴ്ചകളും അതേപോലെ നേർച്ച കാഴ്ചകളും കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.